ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 21 ശനിയാഴ്ച ഭരണി നക്ഷത്രമാണ്. അന്ന് ഒരു വലിയ പ്രത്യേകതയുണ്ട് നമ്മൾ ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അതിനു മുന്നോടിയായിട്ട് നിങ്ങൾ ഈ കഥയൊന്ന് കേൾക്കുക. നമ്മൾ രാമായണം മുഴുവൻ വായിച്ചു പഠിച്ച സമയത്ത് അതിൽ കുറച്ച് ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ ഞാനിപ്പോൾ ഇവിടെ ഒന്ന് പറയാം. അതും സെപ്റ്റംബർ 21 ഭരണി നക്ഷത്രവുമായി ചില ബന്ധങ്ങളുണ്ട്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടും ലക്ഷ്മണനോടുമൊപ്പം വനവാസത്തിന് പുറപ്പെട്ട കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭരതൻ ശ്രീരാമചന്ദ്രനെ അന്വേഷിച്ച് വരുന്നു. ആ സമയത്താണ് തൻ്റെ പിതാവ് മരിച്ച കാര്യം ഭഗവാൻ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനുമൊക്കെ അറിയുന്നത്. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞു. ശ്രീരാമചന്ദ്രനും ദേവിയും ലക്ഷ്മണനും വനവാസത്തിന് തന്നെയാണ്. രാമനും സീതയും പർവ്വതത്തിന് മുകളിലാണ്. ദശരഥൻ മരിച്ചിട്ട് ഒരു വർഷം തികയുന്നു. രാമൻ സീതയോടും ലക്ഷ്മണനോടും ചോദിച്ചു, അച്ഛൻ്റെ സംവത്സര ശ്രാദ്ധം എന്തു നൽകിയാണ് അനുഷ്ഠിക്കേണ്ടത്? അപ്പോൾ രാമനൊരു യുക്തി തോന്നി. മുന്തിരിങ്ങ കൊണ്ടുവന്ന് അർപ്പിക്കാം. 2 സഹോദരന്മാരും മുന്തിരിങ്ങ കൊണ്ടുവരാൻ പോയി. സീതാദേവി ഫൽഗു നദീ തീരത്ത് കുളിച്ച് ബലിയിടുകയായിരുന്നു. ദശരഥൻ സീതയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് സീതയോട് പറഞ്ഞു, സീതേ, എനിക്ക് വിശപ്പ് സഹിക്കുന്നില്ല, നിൽക്കാൻ തന്നെ കഴിയുന്നില്ല. നീ വധു, ഞാൻ നിൻ്റെ ശശ്വരൻ. ബലിപിണ്ഡം അർപ്പിച്ച് എൻ്റെ വിശപ്പ് അകറ്റുക. സീതാദേവി പറഞ്ഞു, അച്ഛാ, ശ്രീരാമൻ ഇല്ലാത്തപ്പോൾ ഞാൻ എങ്ങനെയാണ് ബലി അർപ്പിക്കുന്നത്? രാജാവ് പറഞ്ഞു, സീതേ, എനിക്ക് രാമനും സീതയും തുല്യരാണ്. ഒന്നും മടി വിചാരിക്കരുത്. ലോകത്തെ സാക്ഷി നിർത്തി എനിക്ക് പിണ്ഡം നൽകൂ. രാമൻ വരുമ്പോൾ പറഞ്ഞാൽ മതി. സീതാദേവി ശരി ശരിയെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, തുളസി, നീ സാക്ഷിയായിരിക്കുക. രാമൻ വരുമ്പോൾ ശ്രാദ്ധം അർപ്പിച്ചു എന്ന് പറയണം. ആൽമരമേ, ഫാൽഗു നദി, നിങ്ങളും സാക്ഷി. ബ്രാഹ്മണരെയും സാക്ഷി നിർത്തി സീതാദേവി ബലി അർപ്പിച്ചു. ദശരഥൻ ബലിപിണ്ഡം സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയി. ശ്രീരാമചന്ദ്രപ്രഭു ശ്രാദ്ധത്തിനുള്ള സാമഗ്രികളും ശേഖരിച്ചുകൊണ്ട് തിരിച്ചെത്തി. സീതാദേവി വളരെയധികം സന്തോഷത്തോടുകൂടി രാമനോട് പറഞ്ഞു, പ്രഭു, അജപുത്രൻ ദശരഥൻ ഇന്ന് ആശ്രമത്തിൽ വന്നിരുന്നു. എന്നോട് ശ്രാദ്ധപിണ്ഡം നൽകാൻ അച്ഛൻ പറഞ്ഞു. പിണ്ഡം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക് തിരികെ പോയി. ഇത് കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ ചോദിച്ചു, ആരൊക്കെ ഇത് കണ്ടു? പറയൂ സീതേ. സീതാദേവി പറഞ്ഞു, ബ്രാഹ്മണരോട് ചോദിക്കൂ, അവർ കണ്ടു. രാമൻ ബ്രാഹ്മണരെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ കണ്ടോ എൻ്റെ പിതാവിനെ? അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടില്ല. ശ്രീരാമൻ ഉറക്കെ ചിരിച്ചു. സീതാദേവി ലജ്ജിച്ചു, തല താഴ്ത്തി, മുഖം വിവർണമായി, ശരീരം വിറച്ചു. സീത അവരെ ശപിച്ചു. ലക്ഷം വില പിടിക്കുന്ന സമ്പത്ത് ഭവനത്തിലുണ്ടെങ്കിലും നിങ്ങൾ ഭിക്ഷക്കാരെ പോലെ നാടുനീളെ അലയും. സീതാദേവി കരഞ്ഞുപോയി. രാമൻ പറഞ്ഞു, സുന്ദരി, കരയരുത്. മറ്റാരാണ് സാക്ഷി? പ്രഭു, തുളസീദേവിയെ വിളിച്ചു ചോദിക്കൂ, അവർ കണ്ടതാണ്. രാമൻ തുളസീദേവിയോട് ചോദിച്ചു, സീതാദേവി ദശരഥന് പിണ്ഡം നൽകുന്നത് നിങ്ങൾ കണ്ടില്ലേ? എൻ്റെ പിതാവിന് പിണ്ഡം നൽകിയോ? വിവരിച്ചു പറയൂ, പറഞ്ഞു തരൂ. നിങ്ങൾ എൻ്റെ പിതാവിനെ നേരിൽ കണ്ടോ? ബ്രാഹ്മണർ പറഞ്ഞതുപോലെ തുളസീദേവിയും പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ അങ്ങയുടെ പിതാവിനെ കണ്ടിട്ടില്ല.
ഈ വാക്കുകേട്ട് ജാനകിക്ക് വലിയ മനസ്താപമുണ്ടായി. ജാനകീദേവി തുളസീദേവിയെയും ശപിച്ചു. നിങ്ങൾ എനിക്ക് മാത്രം ദുഃഖത്തിനിടയാക്കി. ഭൂമിയിൽ ജനിച്ച് സർവോത്തരമായി തീർന്നു. നിങ്ങളുടെ ഇല ശ്രീഹരിക്ക് പ്രിയമാണെങ്കിലും കുറുക്കനും നായും മലമൂത്രങ്ങൾ വിസർജിക്കുന്നിടത്ത് പോലും നിങ്ങൾ ജീവിക്കും. രാമൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, മറ്റാരാണ് സാക്ഷിയായിട്ടുള്ളത്? പ്രഭു, ഇനിയും സാക്ഷിയുണ്ട്. ഈ ഫാൽഗുനദി സാക്ഷിയാണ്. രാമൻ എത്രയെത്ര ധനമാണ് ഫാൽഗുനദിയിൽ അർപ്പിച്ചിട്ടുള്ളത്. നദിയോട് ചോദിച്ചു, അജനന്ദനൻ ദശരഥൻ എൻ്റെ പിതാവിനെ നീ കണ്ടോ? ഫാൽഗുനദിയും പറഞ്ഞു, രഘുനാഥ, ദശരഥ മഹാരാജാവിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതും കൂടി കേട്ടപ്പോൾ സീതാദേവി ഉച്ചസ്വരത്തിൽ കരഞ്ഞുപോയി. സീതാദേവി പറഞ്ഞു, ഞാൻ ഫാൽഗുനദിയെ ശപിക്കുകയാണ്. നീ ഭൂഗർഭത്തിൽ മാത്രം ഒഴുകുന്നവളായി തീരട്ടെ. നീ കുറുക്കന്മാരുടെ മടയായി തീരും. ശ്രീരാമചന്ദ്രൻ ചിരിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു, സീതേ, മറ്റാരാണ് നിനക്ക് സാക്ഷിയായിട്ടുള്ളത്? സീതാദേവി വളരെയധികം ലജ്ജയോടുകൂടി വടവൃക്ഷത്തെ വിളിച്ചു ചോദിക്കൂ പ്രഭു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വടവൃക്ഷം പറഞ്ഞു, സീതാരാമന്മാർ ഒന്നിച്ചു നിൽക്കുന്ന ദിവ്യദർശനം കിട്ടിയല്ലോ, ഞാൻ സാക്ഷി പറയാം. വടവൃക്ഷത്തിൻ്റെ വാക്കുകൾ കേട്ട് സീതാദേവി സന്തോഷിച്ചു. രാമനും സീതയും ഒരുമിച്ച് ആൽമരത്തെ ശ്രദ്ധിച്ചു. യുഗളരൂപം നേത്രത്തിൽ ഉറപ്പിച്ചുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് വൃക്ഷം പറഞ്ഞു, പ്രഭോ, അവിടുന്ന് ചിന്താമണി എന്ന നാമം ധരിക്കുന്നു. പതിതന്മാരിൽ ദയുള്ളതുകൊണ്ട് അങ്ങേക്ക് ദയാമയൻ എന്ന മറ്റൊരു നാമവുമുണ്ട്. എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളുടെയും ഉള്ളിലിരുന്നു കൊണ്ട് പ്രപഞ്ചത്തെപ്പറ്റി ചിന്തിക്കുന്നതിനാൽ അവിടുന്ന് ചിന്താമണിയാണ്. സീത പിണ്ഡം നൽകുന്നത് അന്തര്യാമിയായ അവിടുന്ന് കാണാത്തതിനാൽ ചിന്താമണി എന്ന സംജ്ഞ ഇനി നിരർത്ഥകമല്ലേ? ചിന്തയിൽ വ്യാകുലമായി എന്നാണ് ആ പേരിന് അർത്ഥം. കമലലോചന എല്ലാവരും കള്ളസാക്ഷിയാണ് പറഞ്ഞത്. ധനലോഭം നിമിത്തമാണ് ബ്രാഹ്മണർ കളവ് പറഞ്ഞത്. സീതാദേവി പിണ്ഡം നൽകിയതിനാൽ ഇനി അങ്ങ് പിണ്ഡം നൽകിയില്ലെങ്കിലോ, അങ്ങനെ അവർക്ക് ദക്ഷിണ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ബ്രാഹ്മണർ കളവ് പറഞ്ഞത്. മറ്റു 2 പേർ കൂടി കളവ് പറഞ്ഞു. ഞാനും കൂടി കളവ് പറഞ്ഞാൽ എന്തു ചെയ്യും? അനന്തനാരായണനു മാത്രമാവും പിന്നെ തെളിവ് തരാനുള്ള ഭാരം. ശതകോടി ജന്മം തപസ്സു ചെയ്തവനും സത്യവാദിയുടെ തുല്യമായ പുണ്യം ലഭിക്കുന്നില്ല. സീതാദേവി വലതു കൈകൊണ്ട് പിണ്ഡം അർപ്പിച്ചു. ദശരഥ മഹാരാജാവ് അത് സ്വീകരിച്ചു, ഭക്ഷിച്ചു. എല്ലാവരും നോക്കി നിൽക്കെ അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി. വടവൃക്ഷത്തിൻ്റെ വാക്കുകേട്ട് രാമൻ അനുഗ്രഹിച്ചു. വടവൃക്ഷമേ, നീ ചിരഞ്ജീവിയാകട്ടെ, അക്ഷയനും അമരനുമാകട്ടെ. ജാനകി പിണ്ഡദാനം ചെയ്തുവെന്ന് എനിക്ക് അറിയാമായിരുന്നു. വീണ്ടും സാക്ഷികളോട് ചോദിച്ചത് അതുകൊണ്ട് തന്നെയാണ്. സന്തുഷ്ടനായി ഞാൻ നിനക്ക് വരം നൽകാം. വേനൽക്കാലത്ത് തണുപ്പും തണുപ്പുകാലത്ത് ചൂടും നിന്നിലുണ്ടാകും. സീതാദേവിയും വടവൃക്ഷത്തെ അനുഗ്രഹിച്ചു. നിനക്ക് ഓരോ ശാഖയിലും നിറയെ തളിരുകൾ ഉണ്ടാകും. മനോഹരനും സുശീതളനുമായിരിക്കും നീ എപ്പോഴും. ഒരിക്കലും ഇല കൊഴിഞ്ഞ് നിന്റെ ഒരു ശാഖയിലും ഇലയില്ലാത്തതായി ഉണ്ടാവുകയില്ല. നിന്റെ ചുവട്ടിൽ ആര് വന്നു നിൽക്കുന്നുവോ അവർക്കൊക്കെ സുഖശീതള അനുഭവം ഉണ്ടാകും. നീ എല്ലായ്പ്പോഴും കായും ഇലയും അണിഞ്ഞ് ആനന്ദത്തോടു കൂടി ഇരിക്കും. ഇപ്രകാരം വടവൃക്ഷത്തെ അനുഗ്രഹിച്ചു. ആൾ ചുവട്ടിൽ നിന്ന് രാമനും സീതയും തിരികെ പോന്നു. 3 പേരും ഇപ്പോൾ പർവ്വതത്തിന് മുകളിലാണ്. ചിത്രകൂടത്തിൽ നിന്നും പുറപ്പെട്ട രാമനും ലക്ഷ്മണനും സീതയും ഗയയിലെത്തി. സീതാദേവി പറഞ്ഞു, പ്രഭോ, പഴയ കഥകൾ പറയൂ, ഞാൻ കേൾക്കട്ടെ.
എന്തു കാരണത്താലാണ് ഗയാധാമം ഉണ്ടായത്? ഇവിടെ പിണ്ഡം നൽകുന്നവർ എന്തുകൊണ്ടാണ് വൈകുണ്ഠത്തിൽ എത്തുന്നത്? പറയാം സീതേ, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ഗയാസുരൻ എന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. ഇന്ദ്രൻ അവനുമായി ഭീകരയുദ്ധത്തിൽ ഏർപ്പെട്ടു. ഗയാസുരൻ മഹാശക്തനായിരുന്നു. ഇന്ദ്രാദി ദേവന്മാരെയെല്ലാം ജയിച്ച് അശ്വമേധം മുതലായ ധാരാളം യജ്ഞങ്ങൾ ചെയ്തു. അക്ഷയമായ ആരോഗ്യം, ഭീമാകാരമായ ശരീരം, ആരെയും അയാൾ മാനിച്ചില്ല. ഓരോരുത്തരെയായി എല്ലാ ദേവന്മാരെയും ജയിച്ചു. ദേവന്മാർക്ക് സ്വർഗത്തിൽ വസിക്കാൻ തന്നെ കഴിഞ്ഞില്ല. ബ്രഹ്മാവിൻ്റെ അടുത്തു ചെന്ന് എല്ലാവരും സങ്കടം പറഞ്ഞു. മഹാത്മൻ, ഞങ്ങളെ രക്ഷിക്കണം. അസുരനെ ഭയന്നിട്ട് സ്വർഗം ഉപേക്ഷിച്ചു പോവുകയാണ് ഞങ്ങൾ. ഈ വിധം സങ്കടം പറഞ്ഞു. ദേവന്മാരുടെ ദീനരോദനം കണ്ട് വിധാതാവ് ശിവനെയും കൂട്ടിക്കൊണ്ടുവന്ന് അവരോട് ചെന്ന് ഗേനോട് സംസാരിച്ചു. രണ്ടുപേരും കൂടി ഗേനോട് യുദ്ധം ചെയ്തു. പക്ഷേ ശിവനും ബ്രഹ്മാവും ഗേനെ തോൽപ്പിച്ചില്ല. ബ്രഹ്മാവ് പറഞ്ഞു, ഗയാസുരൻ അങ്ങ് വളരെ ബലവാനാണ്. അങ്ങയെപ്പോലെ പുണ്യവാനായി ആരുമില്ല. അതുകൊണ്ട് അങ്ങയുടെ മുകളിൽ ഞങ്ങൾ ഒരു യജ്ഞം ചെയ്യാം. ബ്രഹ്മാവിൻ്റെ വാക്കുകേട്ട് ഗയാസുരൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടി എൻ്റെ മേൽ യജ്ഞം ചെയ്യുവിൻ, എന്നാലും എന്നെ വധിക്കാൻ കഴിയുകയില്ല. ഗയാസുരൻ പൊടുന്നുടനെ ബ്രഹ്മാവിനും ശിവനും യാഗം ചെയ്യുവാൻ വേണ്ടി ഭൂമിയിൽ കിടന്നുകൊടുത്തു. ഭൂമിയിലുള്ള പർവ്വതങ്ങളും പാറക്കെട്ടുകളും ഗയാസുരൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് വേണം വേദി ഉണ്ടാക്കാൻ. ദേവന്മാരെല്ലാം വന്നു. ദേവന്മാരെല്ലാവരും ബ്രഹ്മാവും കൂടെ ചേർന്ന് അതിഭാരമുള്ള ഒരു കരടിയായി വേദിയിലിരുന്നു. ബ്രഹ്മാവും ശിവനും ചേർന്ന് അഗ്നി ജ്വലിപ്പിച്ചു. കുടങ്ങളിൽ നിറയെ നെയ്യ് കൊണ്ടുവന്നു. ഹോമകുണ്ഡത്തിൽ ഒഴിച്ചു. തീജ്വാലകൾ ആകാശത്തിലേക്ക് ഉയർന്നു. എന്നിട്ടും അസുരന് ഒരു ഭയവുമില്ല. യജ്ഞം കഴിഞ്ഞു. ഗയാസുരൻ ശരീരം കുടഞ്ഞ് എഴുന്നേറ്റു. പർവ്വതങ്ങൾ അകലേക്ക് തെറിച്ചു വീണു. ദേവന്മാർ കരിയില പോലെ പറന്നുപോയി. ഗയാസുരൻ പറഞ്ഞു, ദേവന്മാരെ കേൾക്കൂ, നിങ്ങളുടെ കൈകൊണ്ട് എനിക്ക് മരണമുണ്ടാവുകയില്ല. ദേവന്മാർ ഭയന്നു വിറച്ചു. അപ്പോൾ ദേവന്മാരുടെ ഭയം കണ്ട് അനുകമ്പ തോന്നി ശ്രീനിവാസൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഗയാസുരനുമായി ഘോരയുദ്ധം നടത്തി ശ്രീഹരി. ഗയാസുരൻ്റെ പരാക്രമം കണ്ട് നാരായണന് സന്തോഷം തോന്നി. ദാമോദരൻ അസുരനെ പരാജയപ്പെടുത്തി. പാദപത്മം അവൻ്റെ ശിരസിനുമേൽ പതിച്ചു. ഗയശിരസിലുള്ള വിഷ്ണുപാദത്തിലാണ് ദേവന്മാർ പിണ്ഡം നടത്തുന്നത്. പിതൃക്കൾ മുക്തി പ്രാപിച്ച് മോക്ഷപദത്തിൽ എത്തുന്നു. അതുകൊണ്ട് ഗയാധാമമെന്ന് പ്രസിദ്ധി നേടി. ഈ വിധം രാമായണത്തിൽ ആരണ്യകാണ്ഡത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ വിശേഷം ഇവിടെ പറയാനുള്ള കാരണം സെപ്റ്റംബർ 21 ഭരണി നക്ഷത്ര ദിവസം നമ്മൾ പിതൃക്കൾക്ക് ശ്രാദ്ധം നടത്തിയാൽ ഗയയിൽ ശ്രാദ്ധമിട്ടതിന് തുല്യമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഭരണി നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് യമനാണ്. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 21 ശനിയാഴ്ച ഭരണി ശ്രാദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ശ്രാദ്ധം ഗയാശ്രാദ്ധമെന്നും അറിയപ്പെടുന്നു. നമ്മളുടെ വീട്ടിൽ പിതൃക്കൾ മരിച്ചു പോയവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ഉരുളച്ചോറ് അന്നത്തെ ദിവസം മാറ്റിവെക്കുന്നതോ, അതല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പിതൃനമസ്കാരത്തിന് കൊടുക്കുന്നതോ, അതല്ലെങ്കിൽ വിദ്യാമണ്ണം ബലിയിടുന്നതോ വളരെ വളരെ ഉത്തമമാണ്. ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും മാറി പിതൃക്കൾക്ക് സന്തോഷമുണ്ടാകും. എങ്ങനെയാണോ നമുക്ക് സൗകര്യപ്രദമായി ചെയ്യാൻ പറ്റുന്നത് അതേപോലെ ചെയ്യുന്നത് ഗയയിൽ പോയി ശ്രാദ്ധമിടുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 21 ശനിയാഴ്ച ഭരണി നക്ഷത്രമുള്ള ആ ദിവസം ശ്രാദ്ധം ചെയ്യുന്നതിനെ ഭരണി ശ്രാദ്ധം അല്ലെങ്കിൽ ഗയാശ്രാദ്ധമെന്ന് പറയുന്നു. അതുപോലെ സെപ്റ്റംബർ 23 തിങ്കളാഴ്ച ഷഷ്ടിയാണ്.
നമ്മുടെ വീട്ടിൽ ആരെങ്കിലും തന്നെ ഷഷ്ഠി തിഥിയിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആ ഷഷ്ഠി ദിവസം ശ്രാദ്ധം നടത്തുന്നതും വളരെ ഉത്തമമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സെപ്റ്റംബർ 22-ാം തീയതി പഞ്ചമിയാണ്. അവിവാഹിതരായി നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ശ്രാദ്ധം നടത്തുന്നത് ഈ പഞ്ചമി തിഥിയിൽ, അതായത് സെപ്റ്റംബർ 22-ാം തീയതി പഞ്ചമി ദിവസം ശ്രാദ്ധം നടത്തുന്നത് വളരെ വളരെ ഉത്തമമാണ്. ശ്രദ്ധിക്കുക, അവിവാഹിതരായി ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പഞ്ചമി ദിവസം, അതായത് സെപ്റ്റംബർ 22-ാം തീയതി ശ്രാദ്ധം നടത്തുന്നതും ഉത്തമമാണ്. എല്ലാ പഞ്ചമിക്കും ഷഷ്ഠിക്കും ഭരണിക്കും അല്ല, അശ്വിന മാസത്തിലെ ഈ പ്രത്യേക ദിവസങ്ങളിലാണ് ഈ പ്രത്യേകത ഉള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഓൾ എന്ന ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.